T20 ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് ആ ചരിത്രം അങ്ങനെ ഇന്ത്യ തിരുത്തി എഴുതിയിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രാജേഷ് ഉള്ളൂർ ചേരുകയാണ്. രാജേഷ്, തുടക്കത്തിൽ ഞാൻ രാജേഷ് ലൈവിലെത്തിയപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യ ജയിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന്. അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് രാജേഷ്. മനോഹരമായ ഒരു കളി അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നീലക്കടൽ ആർത്തിരമ്പുന്ന ഒരു മനോഹര കാഴ്ച അല്ലേ? എന്തായാലും ഒരു മികച്ച പ്രകടനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിരുന്നു. അതായത് ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ ഇന്ത്യൻ ആധിപത്യം ഈ കിരീടത്തിന് എന്തുകൊണ്ടും അർഹത ഇന്ത്യക്ക് തന്നെയാണ്. മൂന്നാം കിരീടം സ്വന്തമാക്കുകയാണ്. ഇപ്പോൾ 9 വിക്കറ്റ് നഷ്ടമായിരുന്നു. ഇന്ത്യ വിജയത്തിലേക്ക് അടുക്കുന്നു. 153 റൺസാണ്. 17.4 ഓവറിൽ ഇപ്പോൾ ന്യൂസിലാൻഡ് എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 153 റൺസാണ്. 9 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. ഒരു വിക്കറ്റ് കൂടി നഷ്ടമായാൽ എത്ര റൺസിന് വിജയിച്ചു, അല്ലെങ്കിൽ എത്ര ആയിരുന്നു ഇന്ത്യയുടെ ആ ജയം എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വപ്ന സാക്ഷാത്കാരം നമുക്ക് വിശേഷിക്കുമ്പോൾ പോലെ എത്ര ആരാധകരാണ്, കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു ആവേശമാകുന്ന ഈ ക്രിക്കറ്റിനെ അവർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ ഓരോരുത്തരും, നമുക്ക് തത്സമയ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് പലയിടത്തു നിന്നുമൊക്കെ അവരിപ്പോൾ ആഘോഷമാക്കിയിരിക്കുന്നു. ഏകദേശം ഈ കളി ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ശ്രീജ. ആ രീതിയിലായിരുന്നു പ്രകടനം. കാരണം 255 റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിജയിച്ചതിന് തുല്യമായിരുന്നു. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ന്യൂസിലാൻഡാണ് പലപ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ടീമാണ്. അങ്ങനെ ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യവും എല്ലാം ഒത്തിണങ്ങി വന്ന ഒരു പ്രകടനമായിരുന്നു ഇന്ത്യയുടേത്. അതുകൊണ്ട് ഇന്ത്യക്ക് കിരീടം സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 9 വിക്കറ്റ് നഷ്ടമായിരുന്നു. 154 റൺസാണ്. 18 ഓവർ പൂർത്തിയായിരിക്കുന്നു. 2 ഓവർ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ചടങ്ങ് തീർക്കുക എന്ന് മാത്രമേ നമുക്കിതിപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഇന്ത്യയുടെ പ്രകടനത്തെക്കുറിച്ച് പറയുക കഴിഞ്ഞാൽ ബാറ്റിംഗ് നിര മികച്ച പ്രകടനം. അതിലിനി എത്രയൊക്കെ വിശേഷിപ്പിച്ചാലും നമുക്ക് മതിയാവില്ല. സഞ്ജു സാംസനെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കളി കണ്ടവരോട് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇപ്പോഴും കളിയിലാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ തന്നെയും നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത് മറക്കാൻ കഴിയില്ല. ആ ആവേശം പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കുക തന്നെ വേണം. സഞ്ജു സാംസൻ്റെ തുടക്കത്തിലുള്ള ഒരു പ്രകടനം, ഓപ്പണർ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഈ 3 മത്സരങ്ങൾ, സെമിയിലൊക്കെ ഉള്ള പ്രകടനം നമ്മൾ അറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്, വായിച്ചറിഞ്ഞതാണൊക്കെ. പക്ഷേ ന്യൂസിലാൻഡുമായുള്ള ഒരു മത്സരത്തെ നമുക്ക് വിശേഷിക്കുമ്പോൾ എന്തൊരു ആധികാരിക വിജയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും വിജയിക്കുമ്പോൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഫൈനൽ ഇംഗ്ലണ്ടുമായുള്ള സെമി ആയിരുന്നു. അതായിരുന്നു നെഞ്ചിടിപ്പോടുകൂടി നമ്മൾ കണ്ടത്. യഥാർത്ഥ ഫൈനൽ അതായിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ആധികാരിക വിജയമാണ്. ആ മത്സരം ഇന്ത്യ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈനൽ കപ്പ് നേടാൻ യോഗ്യത ഇന്ത്യക്ക് തന്നെ എന്ന് തന്നെയായിരുന്നു ക്രിക്കറ്റ് ആരാധകർ പറഞ്ഞിരുന്നത്, അല്ലേ ശ്രീജ? നമുക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ പറയാൻ കഴിയുന്നത് ഇപ്പോൾ ശ്രീജ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, എവിടെയാണ് ഇന്ത്യയുടെ വിജയ സാധ്യതകൾ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയും നമുക്ക് പറയേണ്ടി വരും. ബാറ്റിംഗ് ആയിരുന്നാലും ഫീൽഡിംഗ് ആയിരുന്നാലും ബൗളിംഗ് ആയിരുന്നാൽ പോലും അത്ര ആത്മവിശ്വാസത്തോടുകൂടി, കോൺഫിഡൻറ്റോടുകൂടി, ഒത്തൊരുമയോടുകൂടി കളിച്ച് ഈ മൂന്നാം കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ന്യൂസിലാൻഡിന് ഒരിക്കൽ കൂടി ഫൈനലിലെത്തി കപ്പ് മോഹം മാത്രമാക്കി മടങ്ങേണ്ട ഒരു സാഹചര്യവുമാണ് വന്നിരിക്കുന്നത്. ഈ ബുംറയൊക്കെ അവസാനം വെച്ച ബുംറയൊക്കെ ഇടയ്ക്കിറക്കി വിക്കറ്റുകൾ ഇങ്ങനെ ചറവറി വീഴുന്ന ഒരു കാഴ്ച ആരാധകരെ അത്രത്തോളം ത്രസിപ്പിക്കുന്ന ഒന്ന് തന്നെ ആയിരുന്നില്ലേ? ബൗളർമാരുടെ ഒരു മികവ് കഴിഞ്ഞ കളികളിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വിലയിരുത്താം രാജേഷ്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ബുംറ തന്നെയായിരുന്നു താരം ബൗളിങ്ങിൽ. അതായത് എവിടെയോ ഇന്ത്യ കരുതി വച്ചിരിക്കുന്ന ഒരു വജ്രായുധമാണ് ഈ ബുംറ. ഒരു ബുംറ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് സ്ഥാനമില്ലാതായി പോകുമെന്ന് തന്നെ പറയേണ്ടി വരുന്നു. അത്രയ്ക്ക് മികച്ച ഒരു പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് വിക്കറ്റിലേക്ക് പന്തെറിയേണ്ടത് എന്ന സ്വയബുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു ബൗളറാണ് ബുംറ. ബുംറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ബാറ്റ്സ്മാൻ എങ്ങനെയാണ് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത്, അയാളൊരു പെർഫോമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് നല്ല ടച്ചായി നിൽക്കുന്ന അവസാന വിക്കറ്റും അങ്ങനെ വീണിരിക്കുകയാണ്. ഇന്ത്യക്ക് തന്നെയാണ് ഈ ലോകകപ്പ് കിരീടം എന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയാണ്. കാരണം നമുക്ക് ആ കളി കാണുമ്പോൾ അറിയാം, അവസാന ഓവറിൽ പോലും ഇന്ത്യക്ക് തന്നെയായിരുന്നല്ലോ വിജയം. എന്തായാലും ആ ഒരു സന്തോഷം, സഞ്ജുവിന്റെ നാട്ടിലെ ആഹ്ലാദ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 159 റൺസിന് ന്യൂസിലാൻഡിനെ കൂട്ടിക്കെട്ടി വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇന്ത്യ. എത്ര മനോഹരമായ ഒരു ആധികാരിക വിജയമാണ്. നമുക്കിത് തത്സമയ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. രാജ്യത്തൊട്ടാകെ ആ വിജയം ആഘോഷിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ ഏകപക്ഷീയമായ ഒരു വിജയം തന്നെയാണ് ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരുടെ പേരും എടുത്തു പറയാൻ കഴിയില്ല. കാരണം അത്ര കൂട്ടൊരുമയോടുകൂടിയുള്ള ഒരു മത്സരമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ സഞ്ജു സാംസൺ തന്നെയാണ് ഈ കളിയിലെ താരമായി മാറാൻ പോകുന്നത് എന്ന് നമുക്ക് എടുത്തു പറയുന്നുണ്ട്. ആ സഞ്ജുവിൻ്റെ നാട്ടിൽ നിന്നുള്ള പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
അവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സഞ്ജുവിൻ്റെ ആ പ്രകടനത്തെ സന്തോഷത്തോടു കൂടി തീർച്ചയായും രാജേഷ്, കഴിഞ്ഞ തവണ ബെഞ്ചിലിരുന്ന് കണ്ട സഞ്ജു ഇത്തവണ ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലാവുന്ന ഒരു കാഴ്ച. സഞ്ജുവിനെ ഇനി എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? മലയാളികൾക്കിടയിൽ അഭിമാന താരമായി സഞ്ജു മാറുന്ന ഒരു കാഴ്ച. സഞ്ജുവിന്റെ നാട്ടിലെ സന്തോഷം, അതുകൊണ്ട് അവരുടെയൊക്കെ സന്തോഷം നമ്മുടെയൊക്കെ സന്തോഷമായി മാറുകയാണ് അല്ലേ? തീർച്ചയായിട്ടും 89 റൺസ്. നമുക്ക് ഒരു പക്ഷേ ഇന്നത്തെ കളി കണ്ടപ്പോൾ സഞ്ജുവിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ കളിച്ച് ഒരു സെഞ്ചുറിയിലേക്ക് പോലും എത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ 89 റൺസ് എന്ന് എടുക്കുമ്പോൾ അദ്ദേഹം സെൽഫിഷ് ആയില്ല എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ മറ്റേത് ബാറ്റ്സ്മാൻമാരായിരുന്നാൽ പോലും ഒരു സെഞ്ചുറിക്ക് വേണ്ടി 11 റൺസ് അകലെ അദ്ദേഹം ഈ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ പോലും അദ്ദേഹം നിരാശനായിരുന്നില്ല. ടീമിന് വേണ്ടി കളിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു പക്ഷേ ഏതൊരു ബാറ്റ്സ്മാനും പ്രതീക്ഷിക്കുന്നത് ഒരു ഏകദിനത്തിനപ്പുറത്തേക്ക് 2020 മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതിന് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് അത്യാവശ്യം ബോളും ഓവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു സഞ്ജുവിന്. സഞ്ജു ഒരുപക്ഷെ 50 കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കളി പുറത്തെടുത്തത്. അതായത് പിന്നെ ഒരു 2020യുടെ ഒരു ഭംഗി അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെ സസൂക്ഷ്മമായി 50 റൺസ് എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇന്ത്യയെ ഒരു മികച്ച ടോട്ടലിലേക്ക് അല്ലെങ്കിൽ മികച്ച ഒരു നിലയിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു. അതുവരെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് സഞ്ജു കളിച്ചത്. കളി കണ്ടവർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയും, കൂടെ കളിക്കുന്നവൻ അതായത് തകർത്തടിച്ചിട്ടും അഭിഷേക് തകർത്തടിച്ചിട്ടും അവിടെ വളരെ മികച്ച രീതിയിൽ ശ്രദ്ധയോടുകൂടി സ്ട്രൈക്ക് മാറുകയും സിംഗിളും ഡബിളും എടുത്ത് സൂക്ഷ്മതയോട് ഒരു സൈഡിൽ വിക്കറ്റ് പോകാതെ കളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സഞ്ജുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ കളിയെ ജയിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവച്ചത് സഞ്ജു സാംസൺ തന്നെയാണ്. ഈ കഴിഞ്ഞ 3 മത്സരങ്ങളും നോക്കി വിലയിരുത്തുകയാണെങ്കിൽ പോലും സഞ്ജുവിൻ്റെ പ്രകടനത്തിൽ വളരെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശ്രീജ, തീർച്ചയായും രാജേഷ്, എന്തായാലും നമുക്ക് ഈ സഞ്ജുവിന്റെ നാട്ടിലെ ആളുകളുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. രജിത്ത് അവിടെ നിന്ന് ചേരുകയാണ്. രജിത്ത്, അവിടെ നിന്നൊന്നും പറയാനില്ല, കാണാനേ ഉള്ളൂ അല്ലേ ആളുകളുടെ ഒരു സന്തോഷം? ഇവിടുത്തെ ആവേശം കാണാനേ ഉള്ളൂ. ആവേശത്തോടു കൂടിയാണ് അവർ ഇവിടെ, നമുക്കറിയാം സഞ്ജുവിന്റെ സ്വന്തം നാട്ടിൽ വിഴിഞ്ഞത്ത് വലിയ സ്ക്രീനിൽ തന്നെ കളി വീക്ഷിക്കാനായി അവർ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത്രത്തോളം ആവേശവും അവർ നിറയ്ക്കുകയും ചെയ്തു. ആദ്യം തന്നെ അവരുടെ പ്രതികരണവും അത് തന്നെയായിരുന്നു. ആദ്യ പ്രതികരണം തന്നെ ജയമായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, മുംബൈ ഉള്ളാർത്ത കാലം ഇത്ര സ്കോർ നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ നോക്കണ്ട. നമ്മുടെ സഞ്ജു സാം തന്നെ 25 റൺസിന് മേലെ അടിച്ചു കഴിഞ്ഞാൽ കളി ജയമാണ്, അത് ഉറപ്പിച്ചു. അതേപോലെ സഞ്ജു അടിച്ചില്ലേ 89 റൺസ്. സഞ്ജുവിനെ മാറ്റി നിർത്തി 3 കളി മാറ്റിയത് 5 കളി കളിച്ച് ടോപ്പ് കേട്ടില്ലേ? ആ സഞ്ജു സാംസൺ മലയാളി. അതുതന്നെയാണ്, വളരെ ആവേശത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം പടക്കം പൊട്ടിച്ചാണ് അവർ ആഘോഷിച്ചത് ആ ജയം. അവർ നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. കഴിഞ്ഞ 3 കളികളിലായി തുടർച്ചയായി ഇന്ത്യയെ ജയത്തിലേക്ക് നയിക്കുന്നതിൽ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ നേടിയ പങ്കാണ് അവർ ഉയർത്തിക്കാണിക്കുന്നത്. അത്രത്തോളം ആവേശത്തിലാണ് ഇവിടെയുള്ള ഓരോ ആളുകളും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ ആവേശം അവർ ഇപ്പോഴും സഞ്ജുവിനെ ഓരോ തവണയും സ്ക്രീനിൽ സഞ്ജു വരുമ്പോഴും ആവേശം കൊണ്ട് നിറയുകയായിരുന്നു ഇവിടെയുള്ള കാണികൾ ഒക്കെയും തന്നെ. അതിനുശേഷം ജയം അത് ഇന്ത്യയുടെ കൈപ്പിടിയിലേക്ക് വന്ന സമയം മുതൽ തന്നെ അവർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ജയം എത്ര റൺസ് അല്ലെങ്കിൽ എത്ര വിക്കറ്റിന്റെ ജയം എന്ന് മാത്രമാണ് അവർ മുന്നിൽ കണ്ടിരുന്നത്. അതും കൂടി നേടിയതോടുകൂടി ആവേശം അതിന്റെ പരമോന്നതിയിൽ എത്തിയിരിക്കുന്നു എന്നതാണ്. ആ ആവേശത്തോടുകൂടി ആ ആവേശത്തിന് ഒരു നിലയ്ക്കാത്ത ഒരു ആവേശം തന്നെ ഇപ്പോഴും ഈ വിഴിഞ്ഞത്ത് തുടരുന്നു എന്നതാണ്. അത് നമുക്കറിയാം, കേരളത്തിൽ എല്ലായിടത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ഒരു ആവേശം നിറയ്ക്കുവാൻ സഞ്ജുവിനെ കൊണ്ട് കഴിഞ്ഞു. സഞ്ജു ഉൾപ്പെടുന്ന ടീമിനെ കൊണ്ട് കഴിഞ്ഞു എന്നതാണ്. അതിൽ തന്നെ 3 കളികളിൽ സഞ്ജു ടീമിനെ സ്വന്തം ചുമലിലേക്ക് നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനൊപ്പം ചേർന്ന് ബൌളിംഗ് നിരയും പ്രകടനം ഉയർത്തിയതോടുകൂടിയാണ് ഇന്ത്യക്ക് ജയം നേടാൻ അറിഞ്ഞത്. ആ ജയം അവർ സഞ്ജുവിന്റെ നാട്ടിലിരുന്ന് നാട്ടുകാർ കാണുമ്പോൾ അതിന് ഏറെ ആവേശമാണുള്ളത്. ആ ആവേശം അവർ ഉയർത്തി കാണിക്കുകയാണ്. ഇപ്പോഴും ആവേശം നിലയില്ലാതെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും വലിയ വലിയ ആവേശം തന്നെയാണ് വിഴിഞ്ഞത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജേഷ്, ഈ ഒരു അവസരത്തിൽ ചോദിക്കുകയാണ്, ICCയുടെ 8 അംഗ മികച്ച താരങ്ങളുടെ പട്ടികയിൽ സഞ്ജു ഉണ്ട്. ഈയൊരു കളി മികവോടെ സഞ്ജു തന്നെ അത് ഉറപ്പിക്കുമോ?
തീർച്ചയായിട്ടും അത് ഉറപ്പല്ലേ ശ്രീജ. നമുക്ക് ഈ മത്സരത്തിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും സഞ്ജുവിന് ഒറ്റയടിക്കുക 3 കളി കൊണ്ട് മാത്രം ആരാധകർ 3 ഇരട്ടിയായിട്ടുണ്ട്. അത് 3 ഇരട്ടിയാണ്. അതായത് സഞ്ജുവിന് ആരാധകരില്ല എന്നല്ല അർത്ഥം. അന്നും ഇന്നും സഞ്ജു ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്ത് എന്നൊരു ചോദ്യം ഉയർന്നു വന്ന രാജേഷ്, നമുക്ക് രജിത്ത് അവിടെ പ്രതികരണം തരുന്നുണ്ട്, അതിലേക്കൊന്ന് പോയ ശേഷം മടങ്ങിയെത്താം. സഞ്ജു എന്ന മലയാളി 2007 ഞാനും നിങ്ങൾ കൈയടിച്ചത് ശ്രീശാന്ത് എന്ന് പറയുന്ന മലയാളി നേടിയ ഒരു ക്യാച്ചിലാണ്. പക്ഷെ ഇന്ന് കൈയടിക്കുന്ന അതല്ല. 3 മാച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസോട് കൂടി ഇന്ത്യ കീഴ് നേടിക്കൊടുത്തത് മലയാളിയായ ഞങ്ങളുടെ സ്വന്തം സഞ്ജുവാണ്. സഞ്ജു എനിക്ക് അതന്നെയാണ് പറയാനുള്ളത്. സഞ്ജുവിന്റെ ഒരൊറ്റ മികവോട് തന്നെയാണ് ഈ ഫൈനൽ കപ്പ് തൂക്കിയത്. നമ്മുടെ മലയാളികളുടെ എല്ലാ അഭിമാനവും കാത്തുരക്ഷിച്ച സഞ്ജു സാംസൺ, അതാണ് ഇന്ത്യൻ ടീമിന്റെ മുത്ത് സഞ്ജു. വിജയങ്കാരുടെ സന്തോഷം അതങ്ങനെ ഉച്ചസ്ഥായിലാണ്. രാജേഷ് തുടരാം. സഞ്ജുവിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതായത് സഞ്ജുവിൻ്റെ പ്രകടനം, പ്ലെയർ ഓഫ് ദ അതിൻ്റെ നോമിനികൾ, ടൂർണമെൻറ്റ് നോമിനികൾ എന്ന് പറയുമ്പോൾ അതിൽ സഞ്ജുവിൻ്റെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് തന്നെയാണ്. നമ്മൾ 2-3 ദിവസം പിന്നെ ഈ വാർത്ത നൽകിയതാണ്. ICCയുടെ ആ പട്ടികയിൽ സഞ്ജുവിന് ഇടം പിടിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമാണ്. മാത്രമല്ല സഞ്ജുവിൻ്റെ പ്രകടനവും തന്നെയാണ്. ഇപ്പോൾ ഫൈനലോടുകൂടി സഞ്ജു തന്നെ അതിലെ താരമായി മാറിയിരിക്കുന്നു തന്നെയാണ്. സഞ്ജു ഫാൻസ്, ചേട്ടന് ഫാൻസ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എപ്പോഴും തുറന്നു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സഞ്ജു സാംസൺ എന്നുള്ള പേര് പോലും മാറി ചേട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി സഞ്ജു സാംസൺ തന്നെയാണ്. നാളെ മുതൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അത് തന്നെയായിരിക്കും വിശേഷിപ്പിക്കുക. ഈ വോട്ടിംഗ് നടക്കുന്ന കാലഘട്ടത്തിൽ പോലും സഞ്ജുവിൻ്റെ പേര് മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. പ്രകടനത്തിൻ്റെ കാര്യത്തിൽ കൂടി ആ വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ സഞ്ജു തന്നെ അതിലെ താരമായി മാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ നോമിനികളിൽ 8 പേരിൽ ഒരാളാകാൻ കഴിഞ്ഞതിൽ വളരെ ഭാഗ്യമുണ്ട്. അത് പ്രകടനത്തിൻ്റെ കാര്യത്തിൽ തന്നെ മാത്രമാണ്. അത് ഇന്ത്യയിൽ നിന്നും സഞ്ജു സാംസൺ മാത്രമേ ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമുള്ളൂ. രാജേഷ്, ചരിത്രം അങ്ങനെ തിരുത്തി കുറിക്കപ്പെടുകയാണ്. കാരണം 3 തവണ T20 ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ടീം എന്നുള്ളൊരു നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ആതിഥേയർ ഈ T20 ലോകകപ്പ് നേടില്ല എന്നുള്ളൊരു ചരിത്രം ഇന്ത്യ അതങ്ങനെ മാറ്റിയിരിക്കുകയാണ് ഈ ഒരു വിജയത്തോടു കൂടി. മാത്രമല്ല ചാമ്പ്യന്മാർ ഈ കിരീടം നിലനിർത്തില്ല എന്നുള്ളൊരു ചരിത്രമുണ്ട്, അതും അങ്ങനെ മാറ്റി എഴുതിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ ഒരു മത്സരം ഇന്ത്യ തൂക്കി അല്ലേ? തീർച്ചയായിട്ടും ഒരു റെക്കോർഡ് നേട്ടമാണ് ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരും ഇതുപോലെ തുടർച്ചയായി 3ാം കിരീടം സ്വന്തമാക്കിയിട്ടില്ല. പ്രതികരണം വരികയാണ്, അതിലേക്ക് രാജേഷ് തുടരാം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി 3 കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ഒരു രാജ്യം ഉണ്ടായിട്ടില്ല. അതും ഇന്ത്യ തിരുത്തിക്കുറിച്ച് റെക്കോർഡിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. മറ്റൊന്ന് ശ്രീജ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ടീം ഒരു പക്ഷേ ഈ ആതിഥേയ ടീം ജയിച്ചിട്ടില്ല എന്ന ചരിത്രം അതും ഇന്ത്യ കുറിച്ചിരിക്കുന്നു. എന്തുകൊണ്ടും ക്രിക്കറ്റിലെ രാജാക്കന്മാരായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കുട്ടി ക്രിക്കറ്റിൻ്റെ രാജാവെന്ന് പറഞ്ഞാൽ ഇനി ഇന്ത്യ തന്നെയാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഇനി ഒരു രാജ്യം കടന്നു വരാൻ ഇല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഇത് പ്രകടനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ജയം. നേരത്തെ നമുക്ക് ആ വിഴിഞ്ഞത്ത് നിന്നുള്ള ഒരു കായികപ്രേമിയുടെ ഒരു ബൈറ്റ് നമ്മൾ കേട്ടല്ലോ. ഒരിക്കൽ ശ്രീശാന്താണ് വിജയശില്പി ആയതെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ഭാഗ്യപരീക്ഷണത്തിൻ്റെ ഒരാളല്ല, ഒരു ഇതിലേക്ക് വരുന്നില്ല. ഇത്തവണ എല്ലാ രീതിയിലും സഞ്ജു സാംസൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്ക് മാറിയിരിക്കുന്നു, അത്ര തന്നെ വിശേഷിപ്പിച്ചാലും മതി വരില്ല എന്ന് തന്നെയാണ്. ഈ ഒരിക്കൽ ഒരുപക്ഷെ എങ്കിലും ചോദിക്കും എന്തുകൊണ്ട് സഞ്ജുവിനെ മാത്രം എടുത്തു പറയുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ഇന്നത്തെ ആ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഒന്ന് നോക്കാം. കളി കണ്ടവർക്ക് ഒരു പക്ഷേ മനസ്സിലാവുമായിരിക്കാം. നെഞ്ചിടിപ്പോടുകൂടി കാണുന്ന മത്സരം. കളി 6:30 ടോസ് വരുന്നു. ടോസ് ഒരുപക്ഷെ ഇന്ത്യ കിട്ടിയാൽ ഇന്ത്യ എന്ത് ചെയ്യും? ഒരുപക്ഷെ കായിക പ്രേമികളും കായിക നിരീക്ഷകരൊക്കെ ആലോചിച്ച് ഇരുന്നു. ഒരുപക്ഷെ ഇന്ത്യക്ക് കിട്ടിയാൽ ഇന്ത്യ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കും. തീർച്ചയായിട്ടും ബാറ്റിംഗ് ആദ്യം ബാറ്റ് ചെയ്തുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നൊരു ചരിത്രം കൂടുതലുണ്ട്. ഏറ്റവും 8 കളിയോളം ഈ ഗ്രൗണ്ടിൽ ജയിച്ചത് ഫസ്റ്റ് ബാറ്റ് ചെയ്തവരാണ്. രണ്ടാമത് വന്നത് പിന്നെ ബാറ്റ് ചെയ്തവർക്ക് വിജയം 5 എണ്ണം മാത്രമേ കണക്കിൽ പ്രകാരം വന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ തന്നെ ബാറ്റിംഗ് കിട്ടി. ഇന്ത്യക്ക് മികച്ചൊരു ടോട്ടൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. എല്ലാ ബാറ്റ്സ്മാരും തുടക്കത്തിൽ ഓപ്പണേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ബാറ്റ് എടുത്തവരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു, ബോൾ എടുത്തവരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇത് തന്നെയാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയുക. അതിനൊപ്പം കൂടെ നിൽക്കാൻ കഴിഞ്ഞു മികച്ച ഫീൽഡിംഗ്. അതുകൊണ്ട് ഇന്ത്യ ആ കിരീടം സ്വന്തമാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും സമ്മർദ്ദം ഏതുമില്ലാതെ അനായാസമായൊരു വിജയം തന്നെയാണ് ഫൈനലിൽ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ അങ്ങനെ T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ജേതാക്കളായിരിക്കുകയാണ്.